ഹേ ഹലോ അസ്സലാമലൈക്കും, ഇറ്റ്സ് മീ ഇല്ലൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സമയം രാത്രി 12:35. ക്രേവിങ്സ് വന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ പെട്രോൾ അടിക്കുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് കാണിച്ചു തരാം. പെട്ടു ഗായ്സ്, നമ്മൾ പെട്ടു. ഇത് വേറെ ഒന്നുമല്ല, ഇത് ഖത്തർ പോലീസിൻ്റെ നൈറ്റ് പെട്രോളിംഗ് ആണ്. അതായത് ഖത്തറിലുള്ളവർ ഖത്തർ ഐ ഡി ഒക്കെ ജെന്യുവൻ ആണോ അതോ ലീഗലായിട്ടാണോ ഖത്തറിൽ നിൽക്കണതെന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒരു വാച്ചിങ് ആണ് അത് അവരുടെ. സോ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. ഇനി എവിടെയാ സ്പോട്ടെന്ന് കാണിച്ചു തരാം. സംഭവം ഇവിടെ വന്നിട്ട് ഇതുവരെ നമ്മൾ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഇക്കച്ചി മുമ്പേ വെച്ച് വിടുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. ആൻഡ് ദിസ് ഈസ് അവർ ബി ലബാൻ എന്ന് പറയുമ്പോൾ അറബിക്കിൽ വിത്ത് മിൽക്ക്, അതായത് മിൽക്ക് പ്രോഡക്ട്സ് കൊണ്ടുള്ള ഡെസേർട്ട്സ്. അവരുടെ സ്പെഷ്യൽസ് എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് പുഡിങ്സും ഉമ്മാലിയും ഐസ്ക്രീമും പിസ്താഷ്യോയും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ ഡെസേർട്ടുകളാണ്. ആൻഡ് ഇവരുടെ ഒറിജിൻ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലായിരുന്നു. ഇവർ ഈജിപ്തിൽ ഉണ്ടാക്കിയ ഓളോ എന്ന് പറയുമ്പോഴത്തേക്കും ചില്ലറയായിരുന്നെങ്കിലും പക്ഷേ GCCയിലോട്ട് വന്നപ്പോഴത്തേക്കും പക്ക വൈറലായിരുന്നു കേട്ടോ. ഇത്രയും വൈറലായ ഐറ്റംസ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇക്കച്ചിയും ഡബിൾ ഹാപ്പി. ആൻഡ് ഇവരുടെ വൈറൽ ഐറ്റംസുകളായ സലക്കാത്തയ പിസ്താഷ്യോയും ഹോബ ടിറ്റോ മാംബോ ന്യൂട്ടല്ലയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ആൻഡ് ഇവരുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് അതുമാത്രമല്ല, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വ്യക്തിനെയായിരുന്നു, ഖാലിദ് എലസാദി എന്ന് പറയും. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാട്ടോ. ഞാൻ പുള്ളിക്കാരനെ കാണാനായിട്ടായിരുന്നു പ്രത്യേകിച്ച് ഈ പാതിരാത്രി കയറിപ്പോകുന്നത്. പക്ഷേ ആള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി എന്നാണ് തൊട്ടടുത്ത് നിന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. ആൻഡ് ഇതാണ് നമ്മൾ ഐറ്റം. ഇതാണ് ഹോബ ടിറ്റോ മാംബോ ന്യൂട്ടല്ല എന്ന് പറയുന്ന സംഭവം. അതായത് കേക്കിൽ സ്ട്രോബെറിയും പിന്നെ ഇവരുടെ ന്യൂട്ടല്ലയും കൂടി ചേർന്ന് വരുന്നൊരു സംഭവമാണ്. ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും റിവ്യൂ. ആൻഡ് ഇവരുടെ പാക്കിങ്ങും സൂപ്പറായിരുന്നു. ആക്ച്വലി ഈ ഈജിപ്റ്റും തുർക്കിയും ഫുഡുകളൊക്കെ കഴിക്കാൻ എന്ത് നല്ല ടേസ്റ്റല്ലേ. കഴിച്ചിട്ടുള്ളവർക്കറിയാം. അത് പിന്നും കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. പോരാത്തതിന് ഞാനൊരു സ്വീറ്റ് ലവർ അല്ലെങ്കിൽ കൂടിയും ഇതുപോലുള്ള ക്രേവിങ്സ് വരുമ്പോൾ എനിക്ക് സ്വീറ്റ്സ് കഴിക്കാനേ തോന്നത്തുള്ളൂ. നമ്മൾ അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുത്ത്. ആൻഡ് ഇനി നമുക്ക് കഴിക്കുന്ന രംഗങ്ങൾ കണ്ടാലോ. പാതിരാത്രി സമയം 1 മണി. സമയം 1 മണി. അങ്ങോട്ട് പൊപ്പളി എനിക്ക് വേണ്ടേ, പിന്നെ അങ്ങോട്ട്. കൊതിമൂത്ത് തിന്നുന്നു. പൊളി. ഹോപ്പ ടിറ്റോ മംബോ ഇതാണ് ഇപ്പോഴത്തെ അവരുടെ ഇത്. ഹോപ്പ ടിറ്റോ മംബോ. യെസ്, ഓക്കേ. അവരുടെ ഇതാ പേരാ. സംഭവം ഇപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? എന്റെ മുഖം കിട്ടുന്നുണ്ടാ? കുഴപ്പമില്ല. ഇത് ഓൾറെഡി ഫ്രീസ് ആണ് കേട്ടാ. കഴിക്കട്ടാ. പൊളി. സാധാ ഡെസേർട്ട് പോലെ.
കേക്കിൽ വരുന്നതാ. ഓക്കെ. അപ്പൊ അങ്ങനെയല്ല ട്രൈ ചെയ്യണം, ഫുള്ള് എടുത്തിട്ട് ട്രൈ ചെയ്യണം. ഒരു സ്ട്രോബെറി ഉൾപ്പെടെ എടുക്കണം. സ്ട്രോബെറി ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ് അളിയാ. മൊത്തം ഫീലിംഗ് ആണല്ലോ ഇത്. ബീലബാൻ കഴിച്ച് മത്തായി ഗായ്സ്. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.